വില്യം ഷേക്സ്പിയറുടെ ലോകപ്രശസ്ത നാടകമായ മാക്ബത്തിൽ മാക്ബത്തായി നിറഞ്ഞാടി കാഞ്ഞങ്ങാട്ടെ സി നാരായണൻ. ഹോസ്ദുർഗ് UBMC സ്കൂളിൽ ആസ്വാദക വൃന്ദത്തിന്റെ മുന്നിൽ ഡെസ്റ്റിനി ഓഫ് മാക്ബത്ത് എന്ന സോളോ ഡ്രാമ അവതരിപ്പിച്ചാണ് നാരായണൻ നിറഞ്ഞ കയ്യടി നേടിയത്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന നാടകം ഒരു നൂതന ആവിഷ്കാരമെന്ന രീതിയിൽ സോളോ ഡ്രാമയായി അവതരിപ്പിച്ച് കാഞ്ഞങ്ങാട്ടെ സി നാരായണൻ പ്രേക്ഷക മനസ്സിൽ മികച്ച അഭിനയ പ്രതിഭയായി തിളങ്ങി. പ്രാവീണ്യവും സാമർഥ്യവും ഒത്തുചേർന്ന ഒരു അഭിനയ ശൈലിയായിരുന്നു നാരായണൻ മാക്ബത്ത് എന്ന സോളോ ഡ്രാമയിലൂടെ പ്രേക്ഷക മനസ്സിന് മുന്നിൽ വരച്ചു കാട്ടിയത്. മാക്ബത്തിന്റെ മാനസിക സംഘർഷങ്ങളെ നാടകത്തിലൂടെ വരച്ചു കാട്ടുവാൻ അഭിനേതാവിന് സാധിച്ചു. Almost supper. Why have you lit the tumor? Did you ask for me? No, you're not. He has. We will not proceed in this business. He has honored me of late. And I have got golden opinions from every sort of people which should be wearing his newest clothes. Not the master said so. Were you drunk when you drank the beer in the king's court? Are you afraid to be the same in your actions as you are in your asylum? Do you want to spend the rest of your life longing for a crown, knowing that you are nothing more than a coward? Please God! I'm done enough to do anything a man should do. But there is something no human being should ever think of doing. What beast was it then that made you break the enterprise to me? I know how tender it is to love the babe that meets me. I would, while it was smiling in my face, have plucked my nipple from his boneless gums and dashed the brains out, had I so sown as you have done to us. If we would fail, he's not mango with 20 cases on his now. Sorry, my dear friends. I forget that I have some strange infirmities, which is nothing those who know me. Now, welcome to all. Love and health to all. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം തലവനായിരുന്ന ശേഷാദ്രി മാസ്റ്ററുടെ ശബ്ദവും ചലനങ്ങളും ഭാവവും ഒരിക്കൽ കൂടി മാക്ബത്തിലൂടെ നാരായണൻ എന്ന ശിഷ്യൻ തങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു എന്ന് പല ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു. അനന്തകൃഷ്ണനാണ് നാടകം സംവിധാനം ചെയ്തത്. കാസർഗോഡ് എൻ്റെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ്റെ മകനാണ് അശ്വത്താണ്. കാനത്തൂർ രണ്ടുപേരും സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് ബന്ധം കഴിഞ്ഞവരാണ്. ഹലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യത്തെ സോളോ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു സോളോ നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അത് അദ്ദേഹം വളരെ നന്നായി ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇനിയും വേദികൾ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ പ്രൊസീനിയം മാത്രമല്ല, പലതരത്തിലുള്ള ഇത് ചിലപ്പോൾ വെളിയിൽ പുറത്ത് ഗ്രൗണ്ടിലായിരിക്കും. ദീപസംവിധാനം നിർവഹിച്ചത് അശ്വത് മുത്തപ്പനും മ്യൂസിക് കൈകാര്യം ചെയ്തത് നാരുപാറൈ സെയിൽ എന്ന കലാകാരനുമാണ്. ലേഡി മാക്ബത്തിന് ശബ്ദം നൽകിയത് രഞ്ജിനി ജയരാജനാണ്. ഓക്സ്ഫോർഡ് ടൈലേഴ്സ് ഭാസ്കരൻ്റേതാണ് കോസ്റ്റ്യൂംസ്. അനന്തകൃഷ്ണന്റെ സംവിധാനവും അതിനൊത്ത പശ്ചാത്തല സംഗീതവും ദീപവിധാനവും ശബ്ദവിന്യാസവും കോസ്റ്റ്യൂംസും നാടകത്തിന് ഏറെ ദൃശ്യചാരുത പകർന്നു. തിരശ്ശീലയ്ക്ക് പിന്നിലാണെങ്കിലും ലേഡി മാക്ബത്തിന് ശബ്ദം നൽകിയ രഞ്ജിനി ജയരാജന്റെ ശബ്ദമാധുരി ഏറെ പ്രശംസനീയമായിരുന്നു. കാഞ്ഞങ്ങാട്ടെയും മറ്റും ഉന്നതരായ പല വ്യക്തികളും നാടകം കാണുവാൻ വളരെ നേരത്തെ തന്നെ UBMC സ്കൂളിൻ്റെ വേദിയിൽ എത്തിയിരുന്നു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ, നെഹ്റു കോളേജ് മുൻ പ്രിൻസിപ്പൽ KP മാധവൻ നായർ, കവി നാലപ്പാടം പത്മനാഭൻ, ചരിത്രകാരൻ ഡോക്ടർ C ബാലൻ മാസ്റ്റർ എന്നിവരുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു.
തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലെ നായകൻ KU മനോജ്, ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകത്തിലെ അഭിനേതാവ് CK സുനി, പ്രമുഖ നാടക സംവിധായകനും അഭിനേതാവുമായ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ തുടങ്ങി ജില്ലയിലെ പ്രമുഖ നാടക സിനിമാ പ്രവർത്തകരുടെ സാന്നിധ്യവും അഭിപ്രായവും വിലമതിക്കുവാനാകാത്തതായിരുന്നു. അതിലുപരി ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് ഒരു പ്രമുഖ ദിനപത്രത്തിൽ നിന്നും നാടക വാർത്തയറിഞ്ഞ് മംഗലാപുരത്ത് നിന്നും എത്തിച്ചേർന്ന 80 വയസ്സ് പിന്നിട്ട 2 ഇംഗ്ലീഷ് പ്രൊഫസർമാർ നാടകം കാണുവാൻ എത്തിയതും നാടകത്തെക്കുറിച്ച് വിലയിരുത്തിയതുമായിരുന്നു. നാടകത്തിലൂടെ മാക്ബത്തായി അഭിനയിച്ച് ജീവിച്ച നാരായണൻ ഒരു മികച്ച കലാകാരനാണെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.